എല്ലാവർക്കും നമസ്കാരം. എഡ്യൂടെക്കിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10th 5th ചാപ്റ്ററിൻ്റെ റിമൈനിങ് പോർഷൻസ് ആണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ലേഷാർലീസ് പ്രിൻസിപ്പിൾ വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഇൻ ഇക്വിലിബ്രിയം, സന്തുലനാവസ്ഥയിൽ ഗാഢതയുടെ സ്വാധീനത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിനായിട്ട് നമ്മൾ ഒരു റിയാക്ഷൻ കൺസിഡർ ചെയ്യുന്നു, ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ. അമോണിയയുടെ വ്യാവസായിക നിർമ്മാണം കൺസിഡർ. N2 plus 3H2 reversibly gives 2NH3 plus the heat. ഓക്കെ, അപ്പോൾ അമോണിയയുടെ വ്യാവസായിക നിർമ്മാണം എടുക്കുന്നു. ഈ ഒരു പ്രവർത്തനം സന്തുലനാവസ്ഥയിൽ ഇരിക്കുന്നു, ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ ഇരിക്കുകയാണ്. അപ്പോൾ അമോണിയയുടെ വ്യാവസായിക നിർമ്മാണം കൺസിഡർ ചെയ്യുന്നു, ഈ ഒരു പ്രവർത്തനം സന്തുലനാവസ്ഥയിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സന്തുലനാവസ്ഥയിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു അഭികാരകത്തിന്റെ ഗാഢത കൂട്ടുന്നിരിക്കട്ടെ. നമുക്കറിയാം ഗാഢത രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്ന ഘടകം. ആസ് എ concentration increases, the rate of reaction also increases. So when you increase the concentration of any one of the reactant, here when you increase the concentration of nitrogen, the system will try to decrease it. അപ്പോൾ നമ്മൾ എന്ത് ചേഞ്ച് ആണോ വരുത്തുന്നത് ആ ചേഞ്ചിനെ ഇല്ലാതാക്കാനായിരിക്കും വ്യൂഹം ശ്രമിക്കുന്നത്. നമ്മൾ നൈട്രജൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വ്യൂഹം ശ്രമിക്കുന്നത് നൈട്രജൻ്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കാനായിരിക്കും. അപ്പോൾ നമ്മൾ അധികമായിട്ട് നൈട്രജൻ കൊടുക്കുകയാണെങ്കിൽ വ്യൂഹം ശ്രമിക്കുന്നത് ആ നൈട്രജൻ്റെ അളവ് കുറയ്ക്കാനാണ്. അതിൻ്റെ ഫലമായിട്ട് നമ്മൾ കൊടുക്കുന്ന നൈട്രജൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള റിയാക്റ്റൻ്റായ ഹൈഡ്രജനുമായി പ്രവർത്തിച്ച് കൂടുതൽ ഉൽപ്പന്നമായിട്ട് അമോണിയ ഉണ്ടാകും. അതായത് നമുക്ക് പറയാൻ പറ്റും റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസസ്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുന്നത് ഇക്വിലിബ്രിയം ഇരിക്കുകയാണ്. നമുക്കൊരു എക്സാമ്പിൾ എടുക്കുന്നത് 100 ഗ്രാം അമോണിയ നൈട്രജൻ ഉണ്ടെങ്കിൽ ആകെ 100 ഗ്രാം അമോണിയ ഉണ്ടായി ഇങ്ങനെ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ ഇരിക്കുകയാണ്. അങ്ങനെ സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ ഞാനൊരു 50 ഗ്രാം നൈട്രജൻ കൊടുക്കുന്നു. അപ്പോൾ നമുക്കറിയാം ഇക്വിലിബ്രിയത്തിലൊരു ഡിസ്റ്റർബൻസ് ആണ് 150 ഗ്രാം റിയാക്റ്റൻസ് ആയിട്ട് മാറി. അപ്പോൾ സ്വാഭാവികമായിട്ട് സിസ്റ്റം എന്ത് ശ്രമിക്കും, ഈ റിയാക്റ്റൻ്റെ അളവ് കുറയ്ക്കാൻ ശ്രമിക്കും. റിയാക്റ്റൻ്റെ അളവ് കുറയ്ക്കണമെങ്കിൽ നമ്മൾ അധികമായിട്ട് കൊടുത്ത റിയാക്റ്റൻസ് പ്രോഡക്റ്റുകളായിട്ട് മാറും. പ്രോഡക്റ്റുകളായിട്ട് മാറിയിട്ട് പുതിയൊരു സന്തുലനാവസ്ഥയിലേക്ക് എത്തിച്ചേരും. പ്രോഡക്റ്റിൻ്റെ അളവ് കൂടണം. പ്രോഡക്റ്റിൻ്റെ അളവ് കൂടണമെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ കുറച്ചുകൂടെ വേഗത്തിൽ നടക്കണം. അങ്ങനെ ഫോർവേഡ് റിയാക്ഷൻ റേറ്റ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്ത് കൂടുതൽ പ്രോഡക്റ്റുകൾ അവിടെ എന്ത് ചെയ്യും, ഫോം ചെയ്യും. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് if you increase the concentration of any one of the reactant, the system will try to decrease it according to Le-Chatelier's principle. As a result, the rate of forward reaction increases and more amount of product is formed here. Okay, അപ്പോൾ കൂടുതൽ അമോണിയ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ നൈട്രജൻ്റെയോ ഹൈഡ്രജൻ്റെയോ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ പുരോപ്രവർത്തന വേഗം കൂടുകയും കൂടുതൽ അമോണിയ ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, എന്നിട്ട് പുതിയൊരു സന്തുലനാവസ്ഥയിലേക്ക് വ്യൂഹം എത്തിച്ചേരും. അതുപോലെ നമ്മൾ അതായത് ഇവിടെ സംഭവിക്കും 150 ഗ്രാം ആയി സിസ്റ്റം എന്ത് ചെയ്യുന്നു, ഈ നൈട്രജൻ അളവ് കുറയ്ക്കാൻ ശ്രമിക്കും. കുറച്ച് 125 മാറും. എന്തൊക്കെയാണ് 125 മാറും. അതുപോലെ ഇവിടെ അമോണിയുടെ അളവ് കൂടി 125 മാറുന്ന ഒരു സ്ഥിതി വരും. ദാറ്റ് മീൻസ് ഇവിടെ പുതിയൊരു ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിച്ചു. ഇതിനെ നമുക്കൊരു വാട്ടർ ടാങ്കുമായിട്ട് കമ്പയർ ചെയ്ത് നമുക്ക് പറയാൻ പറ്റും. അതായത് ഈസി എന്ന് പറയുന്നത് ഒരു H ഷേപ്പിലുള്ള ടാങ്ക് എടുക്കുന്നു. നമ്മൾ ഒരു വാട്ടർ ടാങ്ക് എടുക്കുന്നു. സോ ഇതിനകത്ത് വൺ സൈഡിലുള്ളത് നമുക്ക് റിയാക്റ്റൻസ് ആയിട്ട്, അടുത്ത സൈഡ് പ്രോഡക്റ്റ് ആയിട്ട് എടുക്കാം. ഇത് റിയാക്റ്റൻസ് ആയിട്ടും മറ്റേ സൈഡിലുള്ളത് നമുക്ക് എന്തായിട്ട് എടുക്കാം, പ്രോഡക്റ്റുകളായിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതൊരു ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് വെച്ചാൽ നോക്കുന്നു, നമുക്ക് മനസ്സിലായി റിയാക്റ്റൻസ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്ന പ്രവർത്തനം, പ്രോഡക്റ്റ് ആയിട്ട് റിയാക്റ്റൻ്റ് ആയിട്ട് മാറുന്ന പ്രവർത്തനം ഈക്വൽ ആയിട്ട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ് ചെയ്താൽ ആക്ച്വലി ദിസ് ഇസ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് റിയാക്റ്റൻസിന്റെ അളവ് കൂടുന്നത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം റിയാക്റ്റൻസിന്റെ അളവ് കൂടി കഴിഞ്ഞാൽ വാട്ടർ എങ്ങോട്ട് ആറിൻ്റെ അകത്തുള്ള അളവ് കൂടി കഴിഞ്ഞാൽ വാട്ടർ എങ്ങോട്ട് ഫ്ലോ ചെയ്യും, ആറിൽ നിന്ന് പിയിലോട്ട്. ദാറ്റ് മീൻസ് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസസ് ചെയ്യാം. അതുപോലെ നമ്മൾ പ്രോഡക്റ്റിന്റെ അളവാണ് കൂട്ടുന്നെങ്കിലോ, ആലോചിക്കുന്നത് പ്രോഡക്റ്റിന്റെ അളവാണ് കൂട്ടുന്നെങ്കിലോ, പ്രോഡക്റ്റ് അളവ് കൂട്ടുകയാണെങ്കിൽ ഈ വാട്ടർ അല്ലെങ്കിൽ ഈ വാട്ടർ ലെവൽ പിയിലാണ് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നതെങ്കിൽ പിയിൽ നിന്ന് ആറിലോട്ടായിരിക്കും വാട്ടർ ഫ്ലോ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് വിച്ച് റിയാക്ഷൻ ഫേവർഡ് ചെയ്യുക, ബേക്ക്വേർഡ് റിയാക്ഷൻ ഫേവർഡ് ചെയ്യുക. അപ്പോൾ if you increase the concentration of product, the system will try to decrease it. As a result, the rate of backward reaction increases. ഇനി നമ്മൾ ഇതിനകത്ത് നിന്ന് കുറച്ച് അമോണിയ റിമൂവ് ചെയ്യുന്നതിരിക്കട്ടെ. സോ ഇതിനകത്ത് നിന്ന് കുറച്ച് അമോണിയ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഫലത്തിൽ നമുക്കറിയാം റിയാക്റ്റൻസിന്റെ അളവ് കൂടുകയാണ്. ഇപ്പോൾ റിയാക്റ്റൻസിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഇൻ എഫക്ട് ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസസ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ മനസ്സിലാക്കിയിരിക്കുക, if you increase the concentration of any one of the reactant, the system will try to decrease it. As a result, the rate of forward reaction increases. If you increase the concentration of products, the system will try to decrease it. As a result, the rate of backward reaction increases and the system will reach to a new equilibrium. If you remove some ammonia from the system, in effect the concentration of reactants increases. As a result, the forward reaction increases and the rate of forward reaction increases and the system will reach to a new equilibrium. അപ്പോൾ ഇതാണ് നമുക്ക്
ഗാഢതയുടെ സ്വാധീനത്തെക്കുറിച്ച് പറയാനുള്ളത് ഗാഢത രാസപ്രവർത്തന വേഗത അല്ലെങ്കിൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റിനെ എങ്ങനെ സ്വാധീനം പറയാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മർദ്ദത്തിന്റെ സ്വാധീനത്തെ കുറിച്ചാണ്, പ്രഷറിന്റെ ഇൻഫ്ലുവൻസിനെ കുറിച്ചാണ്. പ്രഷർ കെമിക്കൽ ഇക്വിലിബ്രിയത്തെ അല്ലെങ്കിൽ രാസസമന്വയത്തിനെ എങ്ങനെ സ്വാധീനിക്കുന്നുള്ളതാണ് പറയാനുള്ളത്. ഇൻഫ്ലുവൻസ് ഓഫ് പ്രഷർ ഇൻ ഇക്വിലിബ്രിയം, ഇക്വിലിബ്രിയത്തിൽ മർദ്ദത്തിന്റെ സ്വാധീനത്തെ കുറിച്ചാണ് പറയാനുള്ളത്. അപ്പോൾ മർദ്ദത്തിന്റെ സ്വാധീനത്തെ കുറിച്ച് പറയണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ കൺസിഡർ ദ റിയാക്ഷൻ, കൺസിഡർ ദ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അമോണിയ. അമോണിയയുടെ വ്യാവസായിക നിർമ്മാണം തന്നെയാണ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. മർദ്ദം ഇൻഫ്ലുവൻസ് ചെയ്ത് പ്രഷർ ഇൻഫ്ലുവൻസസ് ഓൺലി ഇൻ ദ കേസ് ഓഫ് ഗ്യാസസ്. വാതകങ്ങൾ ഉൾപ്പെട്ട പ്രവർത്തനങ്ങളിലായിരിക്കും മർദ്ദത്തിന്റെ പ്രകടമായ ഒരു സ്വാധീനം ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെ തന്നിരിക്കുന്ന റിയാക്ടൻസ് പ്രോഡക്ട്സ് എല്ലാം വാതകങ്ങൾ ഗ്യാസസ് ആണെന്ന് നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെയെല്ലാം GG എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഓൾ ദ സബ്സ്റ്റൻസസ് ആർ ഗ്യാസസ്. സോ ഈ ഒരു പ്രവർത്തനം സംബന്ധിച്ച് ഇവിടെ നമുക്ക് പറയാൻ പറ്റും ഇവിടെ മർദ്ദത്തിന് സ്വാധീനമുണ്ടെന്ന് പറയാൻ പറ്റും. ഈ പ്രഷർ ഡിപ്പെൻഡ്സ് ഓൺ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓൾസോ. തന്മാത്രകളുടെ എണ്ണത്തിനെ ആശ്രയിച്ചിരിക്കുന്നു നമുക്കറിയാം. In the case of the industrial production of ammonia, you can see here 4 moles of reactant are here. 4 മോൾ അഭികാരങ്ങളുണ്ട്. That reacts to form 2 moles of products. 2 മോൾ ഉൽപ്പന്നങ്ങളായിട്ട് മാറുന്നു നമുക്കറിയാം. As the number of molecules increases, pressure increases. As the number of molecules decreases, pressure decreases. തന്മാത്രകളുടെ എണ്ണം കൂടുമ്പോൾ മർദ്ദം കൂടുന്നു, തന്മാത്രകളുടെ എണ്ണം കുറയുമ്പോൾ മർദ്ദം കുറയുന്നു. നമ്മൾ ഫോർവേഡ് റിയാക്ഷൻ എടുക്കുമ്പോൾ പുരോപ്രവർത്തനം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ സംഭവിക്കുന്നത് 4 മോൾ അഭികാരങ്ങൾ പ്രവർത്തിച്ച് 2 മോൾ ഉൽപ്പന്നങ്ങളായിട്ട് മാറുകയാണ്. 4 മോൾ reactants to give 2 മോൾ products. That means number of molecules decreases. തന്മാത്രകളുടെ എണ്ണം കുറയുന്നു. തന്മാത്രകളുടെ എണ്ണം കുറയുകയാണെങ്കിൽ മർദ്ദവും അവിടെ കുറയുകയായിരിക്കും ചെയ്യുന്നത്. സോ അതുപോലെ നമ്മൾ പശ്ചാത്തലപ്രവർത്തനം ബേക്ക്വേർ റിയാക്ഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. ബേക്ക്വേർ റിയാക്ഷൻ എടുക്കുകയാണെങ്കിൽ പശ്ചാത്തലപ്രവർത്തനം എടുക്കുകയാണെങ്കിൽ 2 മോൾ പ്രോഡക്റ്റ് ഗീവ് 4 മോൾ റിയാക്ടൻസ്. അതായത് 2 മോൾ ഉൽപ്പന്നങ്ങൾ പ്രവർത്തിച്ച് 4 മോൾ അഭികാരങ്ങളായിട്ട് മാറുന്നു. ദാറ്റ് മീൻസ് നമുക്ക് പറയാൻ പറ്റും ഇവിടെ എന്താ സംഭവിച്ചത്, 2 മോൾ അഭികാരങ്ങൾ പ്രവർത്തിച്ച് 4 മോൾ ഉൽപ്പന്നങ്ങളായിട്ട് മാറുക. 2 മോൾ ഉൽപ്പന്നങ്ങൾ പ്രവർത്തിച്ച് 4 മോൾ അഭികാരങ്ങളായിട്ട് മാറുകയാണെങ്കിൽ തന്മാത്രകളുടെ എണ്ണം കൂടുന്നു. ദാറ്റ് മീൻസ് മർദ്ദം കൂടുന്നു. അപ്പോൾ പുരോപ്രവർത്തനം നടക്കുമ്പോൾ മർദ്ദം കുറയുന്നു, പശ്ചാത്തലപ്രവർത്തനം നടക്കുമ്പോൾ മർദ്ദം കൂടുകയാണ് ചെയ്യുന്നത്. So according to Le-Chatelier's principle, when you increase the pressure, the system will try to decrease it. നമുക്കറിയാവുന്ന കാര്യമാണ്. Le-Chatelier തത്വം അനുസരിച്ച് മർദ്ദം കൂട്ടുകയാണെങ്കിൽ വ്യൂഹം ശ്രമിക്കുന്നത് മർദ്ദം കുറയ്ക്കാനായിട്ടായിരിക്കും. So during the industrial production of ammonia, when you increase the pressure, the system will try to decrease it. Okay, here pressure decreases in the case of forward reaction. As a result, the rate of forward reaction increases here. അപ്പോൾ നമ്മൾ അമോണിയയുടെ വ്യാവസായിക നിർമ്മാണം എടുക്കുമ്പോൾ നമ്മൾ മർദ്ദം കൂട്ടുകയാണെങ്കിൽ വ്യൂഹം മർദ്ദം കുറയ്ക്കാൻ ശ്രമിക്കും. ഇവിടെ മർദ്ദം കുറയുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് പുരോപ്രവർത്തനമായതിനാൽ പുരോപ്രവർത്തനത്തിന്റെ വേഗത കൂടുന്നു, കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകും. സോ ഇൻ ദ കേസ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അമോണിയ വി യൂസ് എ ഹൈ പ്രഷർ ഓഫ് 200 to 300 APM. 200 മുതൽ 300 വരെ APM ഒരു ഉയർന്ന മർദ്ദത്തിലാണ് നമ്മൾ അമോണിയയുടെ വ്യാവസായിക നിർമ്മാണം ചെയ്യുന്നത്. 300 വരെ 150 മുതൽ 300 വരെയുള്ള ഒരു ഉയർന്ന മർദ്ദമായിരിക്കും നമ്മൾ അമോണിയയുടെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷന് യൂസ് ചെയ്യുന്നത്. 150 മുതൽ 300 വരെയുള്ള ഒരു ഹൈ പ്രഷറായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മളുടെ മർദ്ദം കുറയ്ക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അമോണിയ വെൻ യു ഡിക്രീസ് ദ പ്രഷർ ദ സിസ്റ്റം വിൽ ട്രൈ ടു ഇൻക്രീസ് ഇറ്റ്. നമുക്കറിയാം മർദ്ദം കുറയ്ക്കുകയാണെങ്കിൽ എന്ത് ശ്രമിക്കും, മർദ്ദം കൂട്ടാൻ ശ്രമിക്കും. ഇവിടെ മർദ്ദം കൂടുന്ന പ്രവർത്തനം പ്രഷർ ഇൻക്രീസ് ഇൻ ദ കേസ് ഓഫ് ബേക്ക്വേർ റിയാക്ഷൻ. ബേക്ക്വേർ റിയാക്ഷൻ നടക്കുമ്പോഴാണ് പ്രഷർ എന്ത് ചെയ്യുന്നത് കൂടുന്നത്. സോ ആസ് എ റിസൾട്ട് ദ റേറ്റ് ഓഫ് ബേക്ക്വേർ റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും. ഇവിടെ മർദ്ദം കുറയ്ക്കുകയാണെങ്കിൽ പശ്ചാത്തലപ്രവർത്തന വേഗതയായിരിക്കും കൂടുന്നത്. കാരണം മർദ്ദം കൂടുന്ന പ്രവർത്തനം ഇവിടെ ഏതാണ്, പശ്ചാത്തലപ്രവർത്തനമായതിനാണ്. ഓക്കെ, നമുക്ക് മറ്റൊരു പ്രവർത്തനം കൂടി കൺസിഡർ ചെയ്ത് നോക്കാം. കൺസിഡർ അനദർ റിയാക്ഷൻ H2 plus I2 റിവേഴ്സിബിളി ഗീവ്സ് 2H. നമ്മൾ മറ്റൊരു പ്രവർത്തനം കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നിന്ന് നോക്കുക എല്ലാം ഗ്യാസസ് തന്നെയാണ്. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത നമ്പർ ഓഫ് റിയാക്റ്റീവ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് 2 മോളാണ്, പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 2 മോളാണ്. So during the reaction, as a result of forward and backward reaction, there is no change in number of molecules. അതായത് പുരോപ്രവർത്തനം നടക്കുമ്പോൾ 2 മോൾ അഭികാരങ്ങൾ പ്രവർത്തിച്ച് 2 മോൾ ഉൽപ്പന്നങ്ങളായിട്ട് മാറുന്നു. പശ്ചാത്തലപ്രവർത്തനം നടക്കുമ്പോൾ 2 മോൾ ഉൽപ്പന്നങ്ങൾ തിരിച്ച് 2 മോൾ അഭികാരങ്ങളായിട്ട് മാറുന്നു. സോ പുരോപ്രവർത്തനത്തിന്റെയും പശ്ചാത്തലപ്രവർത്തനത്തിന്റെയും ഫലമായിട്ട് അവിടെ തന്മാത്രകളുടെ എണ്ണത്തിൽ യാതൊരുവിധ മാറ്റവും ഇല്ല. ഇൻ സച്ച് കേസസ് പ്രഷർ ഹാസ് നോ ഇൻഫ്ലുവൻസ്. അതായത് തന്മാത്രകളുടെ എണ്ണത്തിൽ മാറ്റമില്ല എന്ന് പറയുമ്പോൾ അവിടെ പ്രഷറിൽ ഡിഫറൻസ് ഒന്നുമില്ല. പ്രഷറിൽ ഡിഫറൻസ് ഇല്ലാത്ത കേസിൽ അവിടെ എന്തില്ലാത്ത കേസുകളിൽ അവിടെ എന്ത് ചെയ്യുന്നില്ല, പ്രഷർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല.
അപ്പോൾ ഈ ഒരു പ്രവർത്തനം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും നടക്കുന്നതിൻ്റെ ഫലമായിട്ട് പ്രഷറിന് യാതൊരുവിധ ചേഞ്ച്, മോളിക്യൂൾസിൻ്റെ നമ്പറിൽ യാതൊരുവിധ ചേഞ്ചും ഉണ്ടാകുന്നില്ല. സോ പ്രഷർ ഹാസ് നോ ഇൻഫ്ലുവൻസ്. ഇൻ സച്ച് കേസസ് പ്രഷർ ഹാസ് നോ ഇൻഫ്ലുവൻസ്. ഓക്കെ, അപ്പോൾ പ്രഷറിൻ്റെ ഇൻഫ്ലുവൻസിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാവുമല്ലോ. മർദ്ദത്തിൻ്റെ സ്വാധീനം എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞു നിർത്തിയത് കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ കോൺസെൻട്രേഷൻ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അതുപോലെ പ്രഷർ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് കണ്ടെത്തിയത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഇതിൻ്റെ റിമൈനിങ് പോർഷൻസുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.